നമസ്കാരം. പതിരും കതിരും. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഈ വരികൾ വി മധുസൂദനൻ നായർ എഴുതിയത് ആരെക്കുറിച്ചായിരുന്നു? ഏതോ മഹാനിദ്രയിൽ ഇരുണ്ട കാലത്ത് കഴിഞ്ഞ നമ്മെ ജീവിതമെന്ന മോഹപ്പീലി കൊണ്ട് തഴുകി ഉണർത്തിയ പിണറായി വിജയനെ ഉദ്ദേശിച്ചായിരുന്നു. നോക്കൂ, ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ മരവുരിയും മൺപാത്രവുമായി ഇരുളടഞ്ഞ ഏതെങ്കിലും കോണിൽ നമ്മൾ ഒതുങ്ങിപ്പോകുമായിരുന്നു. പിണറായി വിജയൻ വരുന്നതിന് മുമ്പുള്ള 10 വർഷങ്ങൾ ആലോചിക്കാൻ കഴിയില്ല. എവിടെയും ഇരുട്ട്, യക്ഷികളും മറുതയും ചുടലപ്പിശാചുക്കളും നർത്തനമാടുന്ന വഴിയോരങ്ങൾ, ദാരിദ്ര്യം കൊടികുത്തിയ ജീവിതങ്ങൾ, IT കമ്പനിയിൽ നിന്നും ജോലി കഴിഞ്ഞു വരുന്ന യുവാക്കളെ ആവാഹിക്കാൻ വരുന്ന യക്ഷികൾ, ചെറുപ്പക്കാരുടെ പല്ലും നഖങ്ങളും എല്ലിൻ കഷ്ണങ്ങളും ഏതെങ്കിലും കരിമ്പനയുടെ ചുവട്ടിൽ കിടക്കും. അത്രയേറെ കൂരിരുട്ടിലായിരുന്നു കേരളീയ ജനതയുടെ ജീവിതം. എങ്ങും കൊടികൊത്തിയ ദാരിദ്ര്യം. 10 വർഷം മുമ്പ് ഇവിടെ ഒറ്റയടിപ്പാതകൾ മാത്രമായിരുന്നു. ആ വരമ്പിലൂടെയാണ് ഉമ്മൻചാണ്ടി അതിവേഗം ബഹുദൂരം ഓടിക്കൊണ്ടിരുന്നത്. ശിലായുഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കേരളമായിരുന്നു അത്. ആ ഇരുണ്ട കാലത്തിൽ നിന്നും മോചനം തന്നത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇരുട്ടിനെ കീറുന്ന വജ്രസൂചി പോലെ അവതരിച്ച പിണറായി വിജയനാണ്. വെളിച്ചമില്ലെങ്കിൽ കേരളം മുന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ അമേരിക്കൻ ബന്ധം ഉപയോഗിച്ച് തോമസ് ആൽവ എഡിസനെ ഇവിടേക്ക് വരുത്തി. കേരളത്തിൽ വൈദ്യുതോർജ്ജമുണ്ടായത് അങ്ങനെയാണ്. ബൾബുകൾ കത്തിത്തുടങ്ങിയതോടെ മനുഷ്യർ പരസ്പരം മുഖം കണ്ടു തുടങ്ങി. സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. കഴിഞ്ഞ 10 വർഷം മുമ്പ് വസൂരി ബാധിച്ച മനുഷ്യരെ പള്ളിക്കാട്ടിൽ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. എല്ലാ മനുഷ്യർക്കും പ്ലേഗും കൂകിയാർപ്പനും. പിണറായി ക്യാപ്സൂൾ കണ്ടുപിടിച്ചതോടെ മനുഷ്യൻ ജീവിച്ചു തുടങ്ങി. ലൂയി പാസ്റ്ററെ കൊണ്ട് പേപ്പട്ടി വിഷത്തിന് പ്രതിരോധ മരുന്ന് ഉണ്ടാക്കിയതും പിണറായിയാണ്. ഇപ്പോൾ ഊരാളുങ്കലാണ് ആ മരുന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് റൈറ്റ് സഹോദരന്മാരെ ഇഷ്ടമല്ലാതിരുന്നതിനാൽ ലെഫ്റ്റ് സഹോദരന്മാരെ വരുത്തിച്ചാണ് വിമാനം കണ്ടുപിടിച്ചത്. അതോടെ മനുഷ്യർ കേരളം വിട്ട് പുറത്തേക്കൊക്കെ പോയി തുടങ്ങി. പച്ച പിടിച്ചു തുടങ്ങി ജീവിതം. കാരായി സഹോദരന്മാരെ പോലെ ലൂമിയർ സഹോദരന്മാരും പിണറായി വിജയൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നു. അതിനാൽ നമുക്ക് സിനിമയുണ്ടായി. വിഴിഞ്ഞം കടലിൽ ചാടി പിണറായി വിജയൻ ഒരു തുറമുഖം പൊക്കിക്കൊണ്ടുവന്നതിനാൽ കപ്പൽ ഓടിത്തുടങ്ങി. അങ്ങനെ 10 വർഷം മുമ്പുള്ള ഇരുണ്ട കാലം അവസാനിച്ചു. VS-ഉം നായനാരുമൊക്കെ ആ ഇരുണ്ട കാലത്താണ് നമ്മെ ഭരിച്ചത്. ഇരുളടഞ്ഞ കാലത്ത് എവിടെയോ തുരുമ്പെടുത്ത് കിടന്ന ഒരു റോഡ് റോളർ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് പിണറായി വിജയനും മരുമോനും കൂടി റോഡുണ്ടാക്കി തുടങ്ങിയതോടെ മനുഷ്യന് വഴി നടക്കാം എന്നായി. ഇങ്ങനെ കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചതിൻ്റെ വീരഗാഥകൾ പാടുകയാണ് പിണറായി വിജയൻ FBയിൽ കുത്തിയിരുന്ന്. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് വേണം VD സതീശൻ FBയിലൂടെ മറുപടി കൊടുക്കേണ്ടത്. പൊടിപാറുന്ന സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വീണ്ടും വന്നില്ല എങ്കിൽ നമ്മൾ ഇരുണ്ട കാലത്തേക്ക് ഒറ്റ തിരിച്ചുപോക്കായിരിക്കും. അതോടെ ദേശീയപാതയെല്ലാം ഇടുക്കനാന്തോടായി പിന്നെയും മാറും. ബൾബുകളെല്ലാം കെട്ടുപോകും. ആശുപത്രിയിൽ പനി ഗുളിക പോലും കിട്ടാതെയാകും. മനുഷ്യർ പട്ടിണി കിടന്ന് ചത്തുപോകും. പെൻഷൻ കിട്ടാതെ വൃദ്ധർ വിലപിക്കുകയായി. സാംസ്കാരിക രംഗം മലീമസമാകും. മദ്യം കിട്ടാതെ യവം വാറ്റിയ നീര് കുടിച്ച് ജനങ്ങൾ ഉന്മത്തരാകും. നോക്കൂ, ഇപ്പോഴത്തെ സംസ്കാരത്തിന് എന്തു വെളിച്ചമാണ്. ഇരുണ്ട കാലം തിരിച്ചു വന്നാൽ പെണ്ണുങ്ങൾ മുലക്കരം കൊടുക്കേണ്ടി വരും. പാവങ്ങൾ പഠിക്കാൻ ചെന്നാൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കും. സ്ത്രീകളുടെ നിലവിളികൾ എവിടെയും ഉയരും. നവോത്ഥാനം അതിലെല്ലാം തകർന്ന് തരിപ്പണമാകും. ആലോചിക്കൂ, നിങ്ങൾ ശരിക്കും ആലോചിക്കൂ. ആ ഇരുണ്ട കാലത്തേക്ക് പോകണോ, അതോ അമ്പലക്കൊള്ളയില്ലാത്ത, സഹകരണ ബാങ്കുകൾ പൊന്നുപോലെ കാക്കുന്ന, രക്തസാക്ഷി ഫണ്ട് കട്ടുതിന്നാത്ത, സർക്കാർ ആശുപത്രി ചെന്നാലുടൻ അമരത്വം കിട്ടുന്ന, ഒരു വല്ലംകൊട്ട നിറയെ പലവ്യഞ്ജനം വെറും 200 കുണവയ്ക്ക് കിട്ടുന്ന ഇന്നത്തെ സ്വപ്നതുല്യമായ ഈ കേരളീയ ജീവിതം വേണോ? പാവം പിടിച്ച നമ്മളെ സേവിക്കാനായി 80-ാം വയസ്സിലും 16-ാം വയസ്സിലെ മാർക്കണ്ഡേയ കുമാരനെ പോലെ നിൽക്കുന്ന പിണറായി വേണോ? ചിന്തിക്കൂ, യൂസ് യുവർ ബ്രെയിൻ. പകരം സംസ്കാരമില്ലാത്ത സതീശൻ വന്നാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? വീണ്ടും കല്ലുമാലയുടെയും കാളവണ്ടിയുടെയും യുഗത്തിലേക്ക് നമ്മൾ പോകും. ഇരുണ്ട കേരളത്തിലൂടെ നമ്മൾ ചുട്ടുകറ്റയും വീശി നടക്കുമ്പോൾ നീയൊക്കെ പഠിക്കും പിണറായി വിജയൻ്റെ മഹത്വം.